ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടു അവര് തമ്മിൽ ചെറിയ അടിയായി. നമ്മളെല്ലാരും പറഞ്ഞിട്ട് പറ്റൂലല്ലോ കൺട്രോൾ ശരിക്കും എല്ലാരും പറയുന്ന അതിലെന്ന് പറയാൻ അനുമോളുടെ പിന്നെ ഇന്ന് കുത്തുകയാണ്. ഒരുപാട് ഉറപ്പായിട്ട് അമ്മയ്ക്ക് ഇത് കാണുമ്പോലെ ബിഗ് ബോസ് കാണുമ്പോ അനുമോൾ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അനുമോളുടെ ഈ സ്വഭാവം മാറ്റണം എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്വഭാവം തോന്നിയിട്ടുണ്ടോ? ഞാൻ ഈ കരയണത് കൊണ്ടാണ് അങ്ങനെ കൂടുതൽ തോന്നിയിട്ടുള്ളത്. പിന്നെ കിച്ചണില് ആദ്യം കയറുമായിരുന്നു, അവൾക്ക് തന്നെ ആഗ്രഹം. പിന്നെ നമ്മൾ പോയതിനു ശേഷം പറഞ്ഞു അധികം ഇനി നിക്കണ്ട കിച്ചണില്, അതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നു. അമ്മ ആദ്യം പറയുന്നത് കരയരുതെന്നാണ്. നമ്മളെല്ലാരും പറഞ്ഞിട്ട് പറ്റൂലല്ലോ കൺട്രോൾ ചെയ്യാൻ. എങ്ങനെ കരയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പറ്റില്ല, അവളുടെ സിറ്റുവേഷൻ അങ്ങനെ നമ്മള് പറയുമ്പോൾ നമ്മള് പുറത്ത് നമുക്ക് പറയാൻ എളുപ്പമാ, പക്ഷെ ഉള്ളില് അവിടെ ഇറങ്ങുന്ന ഓരോരുത്തരും പറയാം അവിടെ എത്ര പ്രഷറാണ് അവർക്ക് അതിനകത്തെന്നുള്ളത്. എല്ലാരും പറയുന്നുണ്ട് പുറത്ത് അനുമോൾ ഒരു കുലസ്ത്രീയാണ്. ശരിക്കും എന്താ ചോദിച്ചാൽ കുലസ്ത്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണോ അനുമോൾ? അങ്ങനെയല്ല, നമ്മള് നാട്ടിൻ പുറത്ത് ജീവിച്ച് വന്നതിന്റെ ഒരു ഇത് അവൾക്ക് ആ ഒരു ചെറിയ രീതിയിലുണ്ട്. അല്ലാതെ അവള് എല്ലാ കാര്യത്തിലും ഓക്കെ ആണ്, അങ്ങനെയൊന്നും അല്ല. എല്ലാരെയും അടുപ്പിക്കില്ല, മീൻസ് എല്ലാരും ദേഹത്തോടരുത്, അങ്ങനെ ഒരു എല്ലാരും ഫ്രണ്ട്ലി ആണ്. അവൾക്ക് വേറെ രീതിയിൽ ഇല്ല. അവിടെ പറഞ്ഞിങ്ങനെ ആക്കി എടുത്തതല്ലേ അവൾക്ക് ഒരു പേര്. അവളങ്ങനെ വിളിക്കണമല്ലോ അവൾക്ക് ഇഷ്ടമല്ല. നമ്മൾ സ്റ്റാർ മാച്ചിൽ കണ്ടതാണ് എല്ലാവരും എല്ലാം ചെയ്തു കൊടുക്കുന്ന അവളാണ്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇല്ല. പിന്നെ എപ്പോഴോ ഒരിക്കൽ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞത് വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുലസ്ത്രീ എന്നുള്ള പേര് വീണത്. എന്തായിരുന്നു ആ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നേ പറ്റൂ അങ്ങനെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണോ, എല്ലാം പ്ലാൻ ചെയ്തിട്ടാണോ അങ്ങോട്ടേക്ക് ഒരു 5-6 എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കണം. മണി ബോക്സോ അതിന്റെ കാര്യങ്ങളോ ഒന്നും അവർക്ക് അറിയില്ല. പോകാൻ അവസരം വന്നപ്പോഴും നീ എന്ന് പഴയ എപ്പിസോഡ് കാണാൻ പറയും. നമ്മള് പിന്നെ ഈ പോയവരുടെയൊക്കെ വിളിച്ച് ചോദിക്കോ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവിടെ ചെന്ന് ചെയ്യും പോലെ ഇരിക്കും. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയാലും പറ്റില്ല ഒരിക്കലും. 10 ദിവസം അങ്ങനെ നിൽക്കാം. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഫോണിലാണ് നമ്മൾ ഈ കണ്ടോണ്ടിരുന്നത്. ഞാനും മനുവും കൂടെ ആണല്ലോ പോയത്. പിന്നെ നമ്മൾ അവിടെ 2 days നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നും ഒക്കെ ഇങ്ങനെ ഓരോ എപ്പിസോഡ്സ് ഇട്ട് ഇങ്ങനെ കാണുമായിരുന്നു പഴയ ആൾക്കാർ. അതിന്റെ ആവശ്യം ഇല്ല അല്ലേ, കണ്ടിട്ടും കാര്യമല്ലോ. അറിയാൻ പറ്റുള്ളൂ. അതെ, ആക്ച്വലി ബിഗ് ബോസ് കാണാറില്ലായിരുന്നു അനു, അതുകൊണ്ട് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരത്തി. പക്ഷെ അപ്പൊ ഇങ്ങനെ അനുമോളുടെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ശൈത്യായിരുന്നു. ശൈത്യ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ വരുന്ന ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ പട്ടായ ഗേൾസ് എന്നൊക്കെ പേര് വന്നിട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടൊരു ഗ്യാങ് വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടു അവര് തമ്മിൽ ചെറിയ അടിയായി. ഇപ്പൊ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലായി. അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? നല്ല സന്തോഷമായിരുന്നു. അതിന് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിലേനു പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ നമുക്ക് കണ്ടപ്പോ ഒരു വിഷമം. ശരിക്കും എല്ലാരും പറയുന്ന അതിലെന്ന് പറയാൻ അനുമോളുടെ പിന്നെ ഇന്ന് കുത്തുകയാണ് എന്ന് പറയുന്നത് അങ്ങനെ തോന്നിയോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ പുറത്തിറങ്ങി ഇനി വീണ്ടും അനുമോളും അതിലെ നൂറൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും. അവിടെ കഴിഞ്ഞ അവിടെ കളയും. അവൾ അങ്ങനെ ഒരുപാട് അങ്ങ് ഉള്ളിൽ വെച്ചിരിക്കില്ല. ഈ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ആദിലെ നൂറയും വീട്ടിൽ കയറ്റത്തില്ല എന്ന്. അതുപോലെ നിങ്ങളുണ്ടോ വീട്ടിൽ? ഞങ്ങളെ വീട്ടിലോട്ട് വരണമെന്ന് അവിടെ പോയപ്പോഴേ നമ്മളെല്ലാം പ്ലാൻ ചെയ്തു. ഇവിടെ എന്റെ വീട്ടിൽ കൂടണം, ഇവിടെ കൂടണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാ പോയത്. പറഞ്ഞിട്ടുണ്ട്. ആദിലെയും നൂറയും അനുമോളും പിണങ്ങിയതിനു ശേഷം ആദില ഇങ്ങനെ പറയുന്നുണ്ട് അനുമോൾക്ക് കൂട്ടുകാരൊന്നും ഇല്ല, അനുമോളെ കൂട്ടത്തിൽ കൂട്ട കൊള്ളാത്ത ആളാണ്, അവർ ദേശത്തിന്റെ ഭർത്തായിരിക്കും. അത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഉറപ്പായിട്ട്. കാരണം ഞാനും ആതിരയും ആണ് അനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഞങ്ങൾക്കറിയാം അവൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് അവള് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഓരോ ആവശ്യത്തിനും, ഇൻഫാക്ട് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളായാൽ പോലും അവള് നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ലൈക്ക് പ്യുവർ സോൾ ആണ് അവൾ. അവൾക്ക് ഡ്രാമ കാണിക്കാൻ എനിക്ക് അറിയത്തില്ല. ഭയങ്കര ചക്കര തേനെ പാല അങ്ങനെയൊന്നും വിളിക്കാൻ അവൾക്ക് അറിയത്തേ ഇല്ല. അവളുടെ സംസാരം ആ രീതിയാണ്, ഒരു റഫായിട്ട് ആ ഒരു ഇതാണെന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര കെയറിങ് ആണ്, എല്ലാം ആണ്. അപ്പൊ എന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞത് അറിയത്തില്ല. എന്നെ ഇപ്പൊ കാശ് തന്ന് കൊണ്ടുവന്നാണെന്ന് വരെ പറയുന്നുണ്ട്. ഇവർക്ക് അതിന് മുന്നത്തെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം. എന്നെ മെൻഷൻ ചെയ്ത് ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പൊ നോക്കിയാൽ തന്നെ അറിയാം കുറെ നാൾക്ക് മുന്നേ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്. ഇപ്പൊ എന്റെ ഇൻസ്റ്റയിലായാലും മനുവിന്റെ ഇൻസ്റ്റയിലായാലും ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പേ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ദാരിദ്ര്യം അവൾക്ക് എന്തായാലും ഇല്ല കൂട്ടുകാരി എന്ന നിലയിൽ അനുമോള് എങ്ങനെയാണ് അതിലിനോടും നൂറിനോടും നിൽക്കുന്നത് പോലെ തന്നെ ജെന്യൂൻ ആയിട്ടാണോ? ഭയങ്കര ജെന്യൂനാണ്. ലിറ്ററലി അവള് ഭയങ്കര ജെന്യൂനാണ്. ഇപ്പൊ നമ്മളുടെ ഒരു കാര്യമായാൽ പോലും അത് നമ്മൾ കുറച്ചുകൂടെ നന്നാവണം, നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നല്ലോണം ഡ്രസ് ചെയ്യണം,
എന്ത് കാര്യത്തിനായാലും അവളെ ഇപ്പൊ ചേച്ചി ശരിയായില്ല, ഇങ്ങനെ മുടി വെട്ടിയ ശരിയായില്ല, ഇങ്ങനെ കളർ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോവാ, ഇറങ്ങ് അടുത്ത നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കളർ ചെയ്ത്, ഇങ്ങനെ എല്ലാ കാര്യത്തിലും അവള് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഭക്ഷണ കാര്യമായാലും അല്ല നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യമായാലും എല്ലാ കാര്യത്തിലും ഡയറ്റ് ആയാലും ചേച്ചിയെ കൊണ്ട് ചെയ്യുന്നത് വന്നിട്ട് എന്നെ മിക്കവാറും ചീത്ത വിളിക്കും ഞാൻ അടിച്ചത്. അങ്ങനെ എല്ലാ കാര്യത്തിലും അവള് നോക്കാറുണ്ട്. ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്.